ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സഭയിലെ ഏറ്റവും വലിയ തിരുനാളായ ഈ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ആശംസിക്കട്ടെ. നാട്ടിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ പറയും, അവരൊക്കെ വൈകുന്നേരമല്ല, വെളുപ്പിനെ 3 മണിക്കോ 5 മണിക്കോ ഒക്കെയാണ് ഉയർപ്പ് തിരുനാളിന് പള്ളിയിൽ പോകുന്നത്. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് അങ്ങനെയായിരുന്നു. ഇവിടെ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് വരാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ എത്ര പേര് വരുമെന്ന് പേടിച്ചിട്ടാണ് ഈ വൈകുന്നേരം 7 മണിക്ക് ഈ ഉയർപ്പ് തിരുനാൾ നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. ശരിക്കും ക്രിസ്മസും ഉയർപ്പും കഴിയുമ്പോൾ നേരം വെളുക്കുകയാണ് വേണ്ടത്, നേരം ഇരുട്ടുകയല്ല. കാരണം ഭക്തരായ സ്ത്രീകൾ ഈശോയെ ശവകുടീരം സന്ദർശിക്കുവാനായിട്ട് പോയത് പ്രഭാതത്തിൽ നേരം വെളുക്കുന്നതിന് മുൻപാണ്. എന്ന് പറഞ്ഞാൽ യഹൂദര് 3 മണിക്കൂർ ഇടവിട്ട സമയഘട്ടങ്ങളാണ് നിശ്ചയിക്കുക. അങ്ങനെ വരുമ്പോൾ പ്രഭാതത്തിൽ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തിനിടയ്ക്കാണ് ഭക്തലന മറിയം അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ഭക്ത സ്ത്രീകളും ഈശോയുടെ ശവകുടീരം സന്ദർശിക്കുവാൻ പോയത്. അതിന് കാരണമുണ്ട്. ശാബതം വളരെ കർക്കശമായിട്ട് പാലിക്കപ്പെടുന്ന ഒന്നാണ്. ഇന്നും യഹൂദര് ശാബത ദിവസത്തിൽ മറ്റൊന്നും ചെയ്യുകയില്ല, ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ കർത്താവ് മരിച്ചത് നമുക്കറിയാം വെള്ളിയാഴ്ചയാണ്. 3 മണിയായപ്പോഴേക്കും മരിച്ചു. 3 മണി ഉച്ച മുതൽ 3 മണി വരെ കുരിശിൽ കിടന്നു. 3 മണി മുതൽ 6 മണി വരെ ശാബതത്തിന് ഒരുക്കത്തിനുള്ള സമയമാണ്. ആ സമയം കൊണ്ടാണ് അവർ പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ അടക്കം ചെയ്യുന്നതിനുള്ള അനുവാദം അരിമത്യാക്കാരനായ ജോസഫ് അനുവാദം വാങ്ങിച്ചുകൊണ്ട് വരുന്നു. പിന്നെ കർത്താവിനെ അടക്കാനുള്ള കല്ലറ അരിമത്യാക്കാരൻ ജോസഫ് മറ്റാരെയും അടക്കാത്ത തൻ്റെ തന്നെ കല്ലറ കർത്താവിന് വേണ്ടിയിട്ട് നൽകുന്നു. നിക്കോദേമോസ് ഓടിച്ചെന്ന് വിലയേറിയ ധാരാളം സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അവിടെ കച്ച വാങ്ങിച്ചുകൊണ്ട് വന്ന് കർത്താവിനെ പൊതിഞ്ഞ സുഗന്ധം കൊണ്ടൊക്കെ അത്യാവശ്യമൊക്കെ തിരക്കിട്ട് പൂശി കർത്താവിനെ 6 മണിക്ക് മുൻപ് അടക്കം ചെയ്ത് ശാബതത്തിലേക്ക് അവർ പ്രവേശിച്ചു. പിന്നെ വൈകുന്നേരം 6 മണി മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം 6 മണി വരെയാണ് ശാബത ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയായി വിശ്രമമാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച വെളുപ്പിനെ കർത്താവിന്റെ മൃതശരീരം വീണ്ടും പൂശുന്നതിന് വേണ്ടി, കാരണം മുഴുവനും പൂശൽ പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയത് കൊണ്ട് അത് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ ഭക്തലന മറിയവും മറ്റു മറിയവും ഒക്കെ അവിടെ പോവുക. ഇവിടെ നമ്മളുടെ ആളുകൾ ചിലപ്പോഴൊക്കെ കൂടുതൽ ബൈബിള് പഠിക്കുന്നവർ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. അതായത് എഫേസ്യസുകാർക്ക് എഴുതപ്പെട്ട പൗലോസ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും പറയുന്നുണ്ട്, കർത്താവ് മരിച്ചു കഴിഞ്ഞ് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരോട് സുവിശേഷം പ്രസംഗിച്ചുവെന്ന്. അപ്പോൾ അതിന് നമുക്കറിയാം, കർത്താവ് പിതാവായ ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം നിർവഹിച്ചു, 7-ാമത്തെ ദിവസം വിശ്രമിച്ചു. ഈശോ 3 വർഷക്കാലം പരസ്യ ജീവിതം നയിച്ചു. അവസാനം വിശ്രമിക്കേണ്ടതായ ശാബത ദിവസത്തിലാണ് കർത്താവ് കബറിടത്തിൽ വിശ്രമിക്കുക. നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുകയാണ്. അതിനാണ് മരണം എന്ന് പറയുക. വീണ്ടും കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിൽ നമ്മുടെ ആത്മാവ് ശരീരത്തോടുകൂടി വീണ്ടും ഒന്നിച്ചു ചേരും. എന്നിട്ടാണ് നമ്മൾ പുതിയ പറുദീസായില്, പുനഃസൃഷ്ടിക്കപ്പെട്ടതായ പറുദീസായില് നമ്മൾ സൗഭാഗ്യം പൂർണ്ണമായും നിത്യജീവിതത്തിലേക്ക് അനുഭവിക്കുക. ഇവിടെ ഈശോ തൻ്റെ ശരീരം കബറിടത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് നേരത്തെ തനിക്ക് മുമ്പേ മരിച്ചുപോയ ആദം മുതലുള്ള ആളുകളുണ്ട്. നീതിമാനായിരുന്ന കർത്താവിന് സ്വീകാര്യമായ ബലിയർപ്പിച്ച ആബേലുണ്ട്. കർത്താവിന്റെ മുമ്പിൽ ഏറ്റവും അധികം നല്ല ജീവിതം നയിച്ചിരുന്ന ഏനോക്കുണ്ട്. അന്നത്തെ കാലത്ത് 365 വർഷം ജീവിച്ച് മരിച്ച ആള്. അദ്ദേഹത്തെ സ്വർഗത്തോടിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് പറയുക. അദ്ദേഹം മരണത്തെ പറ്റി പറയുന്നില്ല. അതുപോലെ തന്നെ ഏലിയ പ്രവാചകനെ പറ്റിയും പറയുന്നത് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നാണ്. കർത്താവിന്റെ കൂടെ കുരിശിൽ കിടന്ന, നമ്മൾ പറയും വലത് കിടന്ന് വശത്ത് കിടന്ന കള്ളൻ, അല്ലെങ്കിൽ നല്ല കള്ളൻ എന്നൊക്കെ പറയുന്നവൻ, അവനും പറഞ്ഞു, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇന്നും എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. എവിടെയാണ് ഈ പറുദീസ? കർത്താവ് പറയുന്നുണ്ട്, ഞാൻ മരിച്ച് ഞാൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കും. അതിനുശേഷമല്ലാതെ മറ്റാർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല.
കാരണം ആദ്യ മാതാപിതാക്കന്മാരെ പർദീസയിൽ നിന്ന് ഇറക്കി വിട്ടതോടുകൂടി എല്ലാ മനുഷ്യർക്കും ദൈവത്തെ കാണുവാനും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ സ്വർഗരാജ്യം അനുഭവിക്കുവാനുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു. പക്ഷേ നീതിമാന്മാരായ ആളുകൾ എവിടെ കിടക്കുമെന്ന് ഈശോ പഠിപ്പിച്ച ഒരു ഉപമയിൽ പറയുന്നുണ്ട്. അതായത് ധനികന്റെയും ലാസറിന്റെയും കഥയിൽ ധനികനായ മനുഷ്യൻ അന്ന് അബ്രാഹത്തിന്റെ മടിയിലായി. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ആളുകളുമുണ്ട്. അപ്പൊ അബ്രാഹത്തിന്റെ മടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ, പാതാളം എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസ പ്രമാണത്തിലും ചെല്ലുന്നുണ്ട്. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു. അപ്പൊ ഈ പാതാളം എന്ന് പറയുന്നതിന് പല ഘട്ടങ്ങളുണ്ടെന്നാണ് പറയുക. ഒന്ന് ശിക്ഷിക്കപ്പെടുന്ന നരകം, മറ്റൊന്ന് സ്വർഗം തുറന്നു കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ആളുകൾ. അവരാണ് ഈ പറഞ്ഞ ആദാം മുതൽ ഇങ്ങോട്ടുള്ള കർത്താവിന്റെ കാലം വരെയുള്ള യോസേഫ് പിതാവ് വരെയുള്ള ആളുകളെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ അവർ ശിക്ഷിക്കപ്പെടുകയല്ല, മറിച്ച് പ്രത്യാശയോടുകൂടി ദൈവത്തെ മുഖാമുഖം കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈശോ മിശിഹ വന്ന് തന്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കി തനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി സ്വർഗരാജ്യം തുറക്കുവാനായിട്ട്. യെരൂശലേം ദേവാലയത്തില് ആണ്ടിൽ ഒരു ദിവസം മാത്രം പ്രധാന പുരോഹിതൻ ഒരാൾക്ക് മാത്രം ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് അങ്ങ് വിരി മാറ്റി അതിനകത്ത് ചെന്ന് പരിഹാര ബലി അർപ്പിക്കാം. ആടിനെ അല്ലെങ്കിൽ കാളയെ കൊന്നിട്ട് അതിന്റെ രക്തമെടുത്ത് അദ്ദേഹം ഒരു പാത്രത്തില് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ കൊണ്ടുചെന്ന് തന്റെ അവിടെ ബലിവസ്തുവായ ആ രക്തം ആ ബലിബലി അർപ്പിച്ചു കഴിയുമ്പോൾ ആ കൊല്ലത്തെ മനുഷ്യരുടെ എല്ലാം പാപങ്ങൾക്ക് പരിഹാരമായി തന്റെയും മറ്റുള്ളവരുടെയും എന്നുള്ളതായ വിശ്വാസമാണ് പഴയ നിയമത്തിലുള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ മിശിഹ ചെയ്തത്, പ്രധാന പുരോഹിതനായ ഈശോ മിശിഹ സ്വർഗരാജ്യമാകുന്ന അതിവിശുദ്ധ സ്ഥലത്ത് തന്റെ രക്തവുമായിട്ട്, ആടിന്റെ രക്തമല്ല, കാളക്കുട്ടിയുടെ രക്തമല്ല, തന്റെ തന്നെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അത് കാഴ്ചവെച്ചപ്പോഴാണ് ലോകത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരമായത്. അതാണ് ഈശോ മഗ്ദലന മറിയത്തോട് പറയുന്നത്, ഞാൻ ഇതുവരെ സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. അവിടെ പോയി അതിവിശുദ്ധ സ്ഥലത്ത് ഈ ബലിയർപ്പിച്ചു കഴിയുമ്പോഴാണ് അവിടെ സ്വർഗരാജ്യം തുറക്കപ്പെടുക. അപ്പോൾ അതിന് ഇവിടെ കർത്താവ് പാതാളത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മരിച്ചുപോയ വിശുദ്ധാത്മാക്കളുടെ അടുക്കൽ ചെന്ന് അവരോട് സദ്വാർത്ത അറിയിക്കുകയാണ്. ഇതാ ഞാൻ നിങ്ങൾക്കായി വാതിൽ തുറക്കാൻ പോവുകയാണ്, ഇനി നിങ്ങൾക്കെല്ലാം സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിളിലെ സെന്റ് കോറ ചർച്ചില് അവിടെ ഒരു ചിത്രം ആലോചന ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ കാണാം. അതായത് കർത്താവ് തന്നെ ഈ പാതാളത്തിന്റെ എന്ന് പറഞ്ഞാൽ നരകത്തിൽ ഒരിക്കലും കർത്താവ് പോവുകയില്ല, മറിച്ച് പാതാളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അബ്രാഹത്തിന്റെ മടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധാത്മാക്കള് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അതിന്റെ കവാടങ്ങൾ തുറന്നിട്ട് ഒരു കൈ കൊണ്ട് ആദത്തെയും വേറൊരു കൈ കൊണ്ട് ഹവ്വായെയും അവരുടെ ശവകുടീരങ്ങളിൽ നിന്ന് പിടിച്ചുയർത്തുന്ന ഒരു ചിത്രം കാണാൻ പറ്റും. അതാണ് ഈ പാതാളങ്ങളിൽ ഇറങ്ങി അവരോട് പോയി സദ്വാർത്ത അറിയിച്ചു എന്ന് പറയുന്നത്. കാരണം മരിച്ചിരിക്കുന്നവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനി ജനിക്കുവാനിരിക്കുന്നവരുമായ എല്ലാവരുടെയും രക്ഷയ്ക്കുള്ള പാപപരിഹാര ബലിയാണ് ഈശോ അർപ്പിച്ചത്. അപ്പൊ ഈശോയുടെ ഉദ്ധാനം എന്ന് പറയുന്നത് ഈശോയുടെ മാത്രം ഉദ്ധാനമല്ല, അത് നമ്മളുടെ എല്ലാവരുടെയും ഉദ്ധാനമാണ്. നമ്മുടെ കുടുംബത്തില് നമ്മൾ നാട്ടിലായിരിക്കുമ്പോൾ ഒന്നെങ്കിൽ അപ്പന് വിസ കിട്ടിയാൽ അല്ലെ അമ്മയ്ക്ക് വിസ കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമാണ്. കാരണം അപ്പന് വിസ കിട്ടിയത് അമ്മയ്ക്കും മക്കൾക്കും വിസ കിട്ടിയതിന് തുല്യമാണ്. കാരണം എല്ലാവർക്കും പിന്നെ അമേരിക്കയ്ക്ക് പോരാ. നാട്ടിലത്തെ വിചാരം അമേരിക്കയാണ് സ്വർഗം എന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് ചിലർക്കൊക്കെ നാട്ടിലാണ് സ്വർഗം എന്നൊരു വിചാരം. അപ്പോഴ് അല്ലെങ്കിൽ അമ്മയ്ക്ക് വിസ കിട്ടിയാൽ അമ്മയുടെ കെയർ ഓഫില് അപ്പനും മക്കൾക്കും പോരാ. അപ്പന് ലോട്ടറി അടിച്ചാൽ അത് കുടുംബാംഗങ്ങൾക്ക് മുഴുവനും അതിന്റെ നേട്ടമുണ്ടാവും. അപ്പൊ ഇത് പറഞ്ഞതുപോലെ ഈശോയുടെ ഉയർപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഉയർപ്പിന്റെ ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ഉയർപ്പില്ലെങ്കിൽ നമ്മൾ മരിച്ചവരിൽ നിന്നും ഉദ്ധാനം ചെയ്യുകയില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയുക നമ്മൾ നിദ്ര പ്രാപിക്കുന്നു എന്നാണ്. നമ്മുടെ പത്രങ്ങളിലൊക്കെ പണ്ടിട്ടുകൊണ്ടിരുന്നത് ദീപികയിലൊക്കെ ഇടുവായിരുന്നു, കർത്താവിൽ ഭാഗ്യമരണം പ്രാപിച്ചു അല്ലെങ്കിൽ നിദ്ര പ്രാപിച്ചു എന്നാണ്. അപ്പൊ നിദ്ര പ്രാപിക്കുന്നത് മാതാവിനെ പറ്റി, മാതാവിന്റെ മരണത്തെ കുറിച്ച് പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിൽ പറയുക മാതാവിന്റെ ഉറക്കം എന്നാണ്. മാതാവ് മരിച്ചെന്ന് പറയില്ല. അപ്പൊ അതായത് നമ്മളെല്ലാം മരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവും ശരീരവും തമ്മിൽ വേർതിരിക്കുന്നു. നമ്മുടെ ശരീരത്തെ നമ്മൾ അടക്കം ചെയ്ത് കഴിഞ്ഞ് ആ ശരീരം ആത്മാവുമായി കർത്താവിന്റെ അന്ത്യവിധി നാളിൽ വീണ്ടും പുനർനിഗമിക്കുകയും കർത്താവിനാൽ നിത്യവിധിയിലേക്കോ അല്ലെങ്കിൽ നിത്യശിക്ഷയിലേക്കോ നിത്യസമ്മാനത്തിലേക്കോ ഒന്നായിത്തീരുകയും ചെയ്യുകയാണ്.
അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇത് നമ്മുടെ വിജയത്തിന്റെ, കാരണം നമ്മുടെ പ്രതിനിധിയായി നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ ബലിയർപ്പണം നടത്തിയ ദൈവപുത്രന്റെ വിജയം എന്ന് പറയുന്നത് നമ്മളുടെ വിജയമാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ ഈ സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും ആഹ്ലാദിക്കുന്നത്. കർത്താവിന്റെ ഉദ്ധാന ദിവസം തന്നെ, അതായത് ഞായറാഴ്ച, അതായത് ആഴ്ചയുടെ 1-ാം ദിവസം 3 ദർശനങ്ങളാണ് ഈശോ നൽകുക. ഒന്നാമത്തെ ഭാഗ്യം ലഭിച്ചയാള് മഗ്ദലന മറിയമാണ്. കർത്താവിന്റെ 12 അപ്പസ്തോലന്മാരുണ്ട്. ഒരാൾ പോട്ടെ ഒറ്റിക്കൊടുത്തു, അവന് ആത്മഹത്യ ചെയ്തു. ബാക്കി 15 പേരുണ്ട്. അവർക്കല്ല ആദ്യം കർത്താവ് പ്രത്യക്ഷപ്പെടുക, മറിച്ച് കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ച, എന്നാൽ ഒരു കാലത്ത് പാപിനിയായിരുന്ന, എന്നാൽ അവൾ പശ്ചാത്തപിക്കുകയും കർത്താവ് ക്ഷമിക്കുകയും ചെയ്തു. അതിനുശേഷം അവൾ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. കർത്താവ് കുരിശിൽ തൂങ്ങി മരിക്കുമ്പോൾ അവിടെ കുരിശൻ ചുവട്ടില് മഗ്ദലന മറിയം ഉണ്ടായിരുന്നു. മറ്റൊരു മറിയം, അതായത് ചെറിയ യാക്കോബിന്റെയും ജെയിംസിന്റെയും അമ്മയായ മറ്റൊരു മറിയം ഉണ്ടായിരുന്നു. മറ്റു ഭക്തസ്ത്രീകളും മാതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. നിക്കോദേമോസും അരിമത്ഥ്യക്കാരൻ ജോസഫും കൂടി ഈശോയുടെ മൃതശരീരം അടക്കുമ്പോഴും മഗ്ദലന മറിയം അവിടെ വിട്ടുപോയിട്ടില്ല, അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിരാവിലെ ധൈര്യസമേതം, മറ്റേ ആണുങ്ങളെല്ലാം പേടിയാ, കാരണം ഇവിടെ പട്ടാളക്കാർ നിൽപ്പുണ്ട് കർത്താവിന്റെ കബറിടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അവിടേക്ക് ധൈര്യസമേതം കടന്നു വരുവാനായിട്ട് മഗ്ദലന മറിയത്തിന് സാധിച്ചു. അപ്പൊ അങ്ങനെ കർത്താവിനെ അത്രയധികം ആഴമായി സ്നേഹിച്ചപ്പോൾ അപ്പസ്തോലന്മാർക്ക് പോലും കിട്ടാത്തൊരു ഭാഗ്യമായിരുന്നു ഉദ്ധാനം ചെയ്ത ഈശോയെ അവൾക്ക് ആദ്യം കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ പഴയ നിയമത്തില്, അല്ലെങ്കിൽ യഹൂദന്മാർക്ക്, പലസ്തീനായിലെ ആളുകൾക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഒരാൾ മരിച്ചാൽ 3 ദിവസത്തേക്ക് അവർ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കും. കാരണം ആ ആളിന്റെ ആത്മാവ് അവിടെ പ്രത്യേകിച്ച് 3 ദിവസം കൊണ്ട് മാത്രമേ മനുഷ്യന്റെ ശരീരം അഴുകി രൂപം മാറിപ്പോവുകയുള്ളൂ. അപ്പൊ അതുവരെ അവര് പ്രത്യേകിച്ച് അവിടെ പോയി പ്രാർത്ഥിക്കുക പതിവുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. മഗ്ദലന മറിയം വരുന്നതിന് മറ്റു ചില സ്ത്രീകളെയും കൂട്ടി സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് കർത്താവിനെ സുഗന്ധദ്രവ്യം പൂശുവാൻ വേണ്ടി കൂടിയാണ് അവിടെ വന്നത്. അതുകൊണ്ട് സാബത്തിന്റെ വിശ്രമം കഴിഞ്ഞ് ഈശോയുടെ കബറിടത്തിലുള്ളതായ കല്ല് സീൽ ചെയ്തിരിക്കുകയാണ്. പട്ടാളക്കാരുണ്ട്. എങ്ങനെ ഈ കല്ല് ഉരുട്ടി മാറ്റി ഈ കർത്താവിനെ അഭിഷേകം ചെയ്യും എന്ന് വിചാരിച്ച് വരുമ്പോഴാണ് ആ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതും ആ ഗുഹയ്ക്കുള്ളിൽ ഈശോയെ കാണുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഉടനെ അവൾ ആദ്യമേ പോയി വിവരം അറിയിക്കുന്നത് പത്രോസിനെയാണ്. അപ്പോൾ അപ്പസ്തോലന്മാരുടെ ഗണത്തില് കാര്യം 3 പ്രാവശ്യം കർത്താവിനെ നിഷേധിച്ച് പറഞ്ഞതാണെങ്കിലും പത്രോസിനുള്ള പ്രമുഖമായ ഒരു സ്ഥാനം അവിടെ കാണുകയാണ്. കാരണം അപ്പസ്തോല ഗണത്തിലെ നേതാവായ, കാരണം കർത്താവിന്റെ സംഘത്തിലെ ഏറ്റവും നേതൃത്വ ക്വാളിറ്റി ഉള്ളതും അപ്രകാരം ഈശോ ചുമതലപ്പെടുത്തപ്പെട്ടതുമായ പത്രോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. പത്രോസ് എപ്പോഴ് ഈശോയെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന യോഹന്നാനെ അറിയിച്ചു. യോഹന്നാനാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ സുവിശേഷം നമ്മളിത് വായിച്ചു കേട്ടത്. അപ്പൊ അങ്ങനെ പത്രോസും യോഹന്നാനും കൂടി ഒന്നിച്ച് തിടുക്കത്തിൽ വരികയാണ്. തിടുക്കത്തിൽ വരുമ്പോൾ യോഹന്നാൻ വളരെ ചെറുപ്പക്കാരനാണ്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ. കാരണം അദ്ദേഹം വിവാഹിതനല്ല, അദ്ദേഹം 100 വയസ്സ് എന്നാണ് മരിക്കുന്നത്. അപ്പം വളരെയേറെ ചെറുപ്പക്കാരനായിരുന്ന അദ്ദേഹത്തിന് പത്രോസിനേക്കാൾ മുമ്പേ ഓടിയെത്തുവാൻ സാധിച്ചു. എങ്കിലും അദ്ദേഹം ശവകുടീരത്തിൽ വരുമ്പോൾ അദ്ദേഹം ഒളിഞ്ഞു നോക്കിയിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. കാരണം പത്രോസിന് പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്തു. പത്രോസും അകത്ത് പ്രവേശിച്ചു. അവിടെ വരുമ്പോൾ കർത്താവിനെ അടക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നതായ കച്ചിയും അതോടൊപ്പം തന്നെ മുഖം മൂടുവാൻ ഉപയോഗിച്ചിരുന്ന തുവാലയും അവിടെ തുവാല ചുരുട്ടി വെച്ചിരിക്കുന്നു. കച്ചി അവിടെ കിടക്കുകയാണ്. അപ്പൊ ഈശോ അവിടെ നിന്ന് എഴുന്നേറ്റു, അവിടെ നിന്ന് തുവാല ഉരുട്ടി മാറ്റിവെച്ചു. അതിനുശേഷം കർത്താവ് അവിടെ നിന്ന് പോയി. അപ്പോൾ ഈ കർത്താവ് ഉദ്ധാനം ചെയ്തതല്ലായിരുന്നു, കർത്താവിന്റെ ശരീരം മോഷ്ടിക്കുന്നതാണെങ്കിൽ അവരെ കച്ചോടുകൂടിയേ കൊണ്ടുപോകത്തുള്ളൂ. കാരണം അന്നത്തെ കാലത്ത് ആളുകളെ തുണി കൊണ്ട് പൊതിഞ്ഞ് എല്ലാം കെട്ടിയാണ് വെക്കുക. കാരണം ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ. അങ്ങനെ അവന്റെ കെട്ടുകളെല്ലാം അഴിച്ച് അവന്റെ ശിരകളെല്ലാം തുണികളെല്ലാം അഴിച്ചു മാറ്റിയാണ് ലാസറിനെ ആളുകൾക്ക് കാണാൻ പറ്റിയത്. അപ്പൊ ഇവിടെ സാധാരണഗതിയിൽ മോഷ്ടിക്കുന്ന രീതിയല്ല, ഇവിടെ ഈശോ തന്നെ അതെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ഈശോ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, അവിടെ കല്ല് ഉരുട്ടി മാറ്റിയത് ഈശോയ്ക്ക് കടന്നു പോകാൻ വേണ്ടിയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ആരും കല്ലുരുട്ടി മാറ്റേണ്ട കാര്യമില്ല. കാരണം ഉദ്ധാനം ചെയ്യുന്ന ശരീരം സാധാരണ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അടച്ച മുറിയിലും ഈശോയ്ക്ക് കടന്നു വരുവാൻ പറ്റും. അപ്പോൾ ഈ കല്ലറ ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നത് ഈ മഗ്ദലന മറിയത്തിനും പിന്നീട് വന്ന അപ്പസ്തോലന്മാർക്കും ഈ തുറന്ന കല്ലറ കാണുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അവർ വിചാരിക്കും
ഈശോയുടെ മൃതശരീരം അതിനകത്ത് ഉണ്ട് എന്ന്. അപ്പൊ അങ്ങനെ യോഹന്നാനും പത്രോസും വരുമ്പോൾ യോഹന്നാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ കർത്താവിന്റെ ആ ശിരസ് മൂടിയ തുണി ചുരുട്ടി മാറ്റി വെച്ചിരിക്കുന്നതും കർത്താവിനെ പൊതിഞ്ഞിരിക്കുന്നതായ ആ തുണിയും അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ അത് കണ്ട് വിശ്വസിച്ചു. അപ്പൊ കർത്താവിനെ സ്നേഹിച്ച യോഹന്നാനാണ് രണ്ടാമതൊരു കാര്യം കിട്ടിയത്. കർത്താവിനെ ഉയർപ്പിനെ കുറിച്ച് കണ്ട് വിശ്വസിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷെ കർത്താവിനെ കണ്ടില്ല. അതിനുശേഷം പത്രോസും യോഹന്നാനും അവിടുന്ന് രക്ഷപ്പെടുക. കാരണം എന്നാണ്? കർത്താവിന്റെ അപ്പസ്തോലന്മാരെ പിടിക്കാനായിട്ട് ഇവർ നടക്കുകയാണ്. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് കർത്താവിന്റെ പിടിച്ച കൂട്ടത്തിൽ ശിഷ്യന്മാരെ പിടിക്കാൻ നോക്കി. എല്ലാ ശിഷ്യന്മാരും ഓടി ഒളിച്ചു. ഒരുത്തന്റെ തുണിയെ കയറി പിടിച്ചപ്പോഴേ അവൻ ആ തുണി ഉപേക്ഷിച്ചിട്ട് ഓടി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അവര് ഭയചകിതരാണ്. അപ്പൊ അതുകൊണ്ട് അപ്പോഴേക്കും പത്രോസും യോഹന്നാനും അമ്മയൊപ്പം ഓടിയെത്താനായിട്ടൊന്നും മഗ്ദലന മറിയത്തെ കൊണ്ട് പറ്റുകയില്ല. അവിടെ പതുക്കെ നടന്നു വന്നപ്പോഴത്തേക്കും പത്രോസും യോഹന്നാനും ഇതൊക്കെ കണ്ടേച്ച് സ്ഥലം വിട്ടു. അപ്പോഴാണ് അവൾ വീണ്ടും ദുഃഖാർത്ഥിയായിട്ട് കർത്താവിന്റെ കബറിടത്തിൽ നോക്കി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മാലാഖമാരെ കാണുന്നു. ആ മാലാഖമാരാണ് ചോദിക്കുന്നത്, നീ എന്തിനാണ് കരയുന്നത്? അവരെന്റെ ഈ ഗുരുവിനെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആ മാലാഖമാരിൽ നിന്നാണ് അവൾ അറിയുന്നത് കർത്താവ് ഉദ്ധാനം ചെയ്തു. അങ്ങനെ അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ നിൽക്കുന്ന ഒരാൾ, അത് ഈശോയായിരുന്നു. പക്ഷേ നിറഞ്ഞ കണ്ണുകളിൽ കൊണ്ട് നോക്കുമ്പോൾ അവൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈശോയാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവള് ഈശോ ആദ്യ സ്ത്രീയെ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചാണ് അവൾ ഈശോയോട് സംസാരിക്കുക. അതിനുശേഷം വീണ്ടും അവൾ കല്ലറയിലേക്ക് നോക്കുമ്പോഴാണ് ഈശോ അവളെ മേരി എന്ന് വിളിക്കുക. അപ്പൊ മറിയം എന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ സ്വരം അവൾ തിരിച്ചറിയുന്നു. ആ പേര് അവളെ എങ്ങനെ ഈശോ നേരത്തെ വിളിച്ചിരുന്നോ അതേ ഹൃദയത്തോടുകൂടി വിളിച്ചപ്പോൾ അവൾ റബോനി എന്ന് പറഞ്ഞുകൊണ്ട്, ഗുരുവേ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈശോയെ അഭിസംബോധന ചെയ്യുകയാണ്. അതിനുശേഷം ഈശോ പറഞ്ഞ ആ സന്ദേശം അറിയിക്കുവാൻ വേണ്ടിയിട്ട് അവള് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയായി മാറുകയാണ്. വനിതകൾക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു കൊടുത്ത എത്രയോ വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് എമ്മാവൂസിലേക്ക്, ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ. അത് 12 അപ്പസ്തോലന്മാരിൽ പെട്ടവരല്ല. പത്രോസിന് കർത്താവ് ഒന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാര് യാത്ര ചെയ്തു പോകുമ്പോൾ ദുഃഖാർത്ഥനായി സംസാരിച്ചുകൊണ്ട് പോകുന്നതും അതേ ദിവസം തന്നെയാണ്, അന്ന് ഉച്ച കഴിഞ്ഞ്. അവരുമായിട്ട് ഈശോ അവരുടെ കൂടെ കൂടി. പക്ഷെ ഈശോയാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. വീണ്ടും രാത്രിയിൽ അവര് ഈ അതിഥിയെ ക്ഷണിക്കുകയാണ് തങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ, ഇനി ഒറ്റയ്ക്ക് മുന്നോട്ട് യാത്ര ചെയ്യരുത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ അപ്പം എടുത്ത് മുറിച്ച് വിഭജിച്ചു കൊടുക്കുമ്പോഴാണ് അവര് ഈശോയെ തിരിച്ചറിയുന്നത്. ഉടനെ തന്നെ ആ രാത്രിയാണെന്ന് വകവയ്ക്കാതെ അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി അവർ ശിഷ്യന്മാരെ വിവരം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ 10 അപ്പസ്തോലന്മാര് ഒന്നിച്ചായിരിക്കുമ്പോൾ അന്ന് വൈകുന്നേരം 10 എന്ന് പറഞ്ഞാൽ യൂദാസും പോയി, പിന്നെ നമ്മളുടെ മധ്യസ്ഥനായ തോമസ് ലീഹായും പുറത്തുപോയി. ബാക്കി 10 പേര് ഒന്നിച്ചായിരിക്കുമ്പോഴാണ് ഈശോ അന്ന് തന്നെ വൈകുന്നേരം അവർക്ക് പ്രത്യക്ഷപ്പെടുക. പിന്നീട് ഓരോ ഞായറാഴ്ചകളിലും ഈശോയുടെ പ്രത്യക്ഷപ്പെടുകളുണ്ട്. അതുകൊണ്ടാണ് ഞായറാഴ്ചയ്ക്ക് ഇത്ര പ്രാധാന്യം കിട്ടിയത്. ഈശോ ഉയർത്ത ദിവസമാണ് എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ആഘോഷിക്കുക, ശാബത്തിന് പകരം. ഒരിക്കലും ഈശോ 500 പേർക്ക് വരെ പ്രത്യക്ഷപ്പെട്ടു, പൗലോസ് ലീഹ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ 40 ദിവസം ഈശോ ഇടയ്ക്കിടയ്ക്കെല്ലാം ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈശോയുടെ ഉത്ഥാനം നമുക്ക് പ്രത്യാശ നൽകുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷനാണ്. അത് ഇവിടെ നിന്നുള്ള ഒരു കടന്നുപോക്കലാണ്. ഈശോ സ്വർഗ കവാടങ്ങൾ തുറന്നത് കൊണ്ട് നമ്മുടെ ആത്മാവിന് സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കും. എന്നാൽ ശരീരത്തിന് പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ടാണ് ശരീരത്തെ നമ്മൾ ഇവിടെ നമ്മുടെ അടക്കുക. എന്നാൽ അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ മൃതശരീരം ആത്മാവുമായി കൂട്ടിയോജിപ്പിക്കുമ്പോൾ കർത്താവിന്റെ വലതുഭാഗത്തായിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ചിലപ്പോഴൊക്കെ ഇവിടെയല്ല, വേറെ പള്ളിയിൽ ഒപ്പീസ് ചെല്ലുമ്പോൾ പറയും, വല്ലോന്റെ അപ്പനും അമ്മൊക്കെ മരിച്ചെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ എന്തിനാ ഒപ്പീസ് കൂടുന്നത്. നമ്മൾക്ക് ഒരു കുർബാനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ഒരാൾക്ക് വേണ്ടി ഒരു ഒപ്പീസ് ചെല്ലുമ്പോൾ നിങ്ങളുടെയും പ്രിയപ്പെട്ടവരേക്ക് വേണ്ടി കൂടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവരെ നമ്മൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിലെ അവർ ചെയ്യുന്ന സൽകൃത്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് നിത്യസമ്മാനം നൽകണമെന്നും എന്തെങ്കിലും കുറവുകളുണ്ടായി എന്ന് വരികിൽ അത് നമ്മളുടെയും പ്രാർത്ഥനയിലൂടെയും നമ്മളുടെ
ത്യാഗപ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും അവരുടെ കുറവുകൾ പരിഹരിക്കണമേ എന്ന് കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. എന്നാൽ ഏറ്റവും അധികമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ദൈവവുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് ചെയ്യാവുന്നിടത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സത്പ്രവർത്തികളിലും നമ്മൾ വ്യാപൃതരാകണം. അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, ഈ ആൾ ജീവിതകാലത്ത് ചെയ്തു പോയിട്ടുള്ള സൽകൃത്യങ്ങളും ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരിഗണിച്ച് ഇയാളിന്റെ ശിക്ഷകളെല്ലാം ഇളച്ചു കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചും നമ്മളുടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സൽകൃത്യങ്ങൾ ചെയ്യണം. സൽകൃത്യം ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തില് നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സഹോദരങ്ങള്, അവരെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്. അവരുമായിട്ടാണ് ആദ്യം രമ്യപ്പെടേണ്ടത്, ആവശ്യമുണ്ടെങ്കിൽ രമ്യപ്പെടേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മളുടെ മറ്റ് സഹപ്രവർത്തകരായ ആളുകൾ, ആരോട് ശത്രുതയില്ലാത്ത രീതിയിൽ ഏതെല്ലാം തരത്തിലാണ് നമ്മൾ രമ്യപ്പെടേണ്ടത് എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രമ്യപ്പെടാൻ സാധിക്കുന്നിടത്തോളം നമ്മൾ രമ്യപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കണം. കർത്താവുമായിട്ടുള്ള ആ നല്ല ബന്ധവും അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ദാനധർമ്മങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സൽപ്രവൃത്തികളും നമ്മൾ ചെയ്യണം. അതാണ് കഴിഞ്ഞ 50 ദിവസം നമ്മളെ പ്രത്യേകമായി സഭ അനുസ്മരിപ്പിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുവാൻ വേണ്ടി, ജീവകാരുണ്യത്തിന് വേണ്ടിയൊക്കെ നമ്മളിവിടെ ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്, അത് എന്തിയാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്ക് വേണ്ടി നമ്മൾ നിക്ഷേപങ്ങൾ കരുതുക. നിങ്ങൾ പലരും നാട്ടിലൊക്കെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, തുടരുക. അപ്പോൾ സ്വർഗത്തില് നമുക്ക് നിക്ഷേപങ്ങൾ സമാഹരിക്കുക എന്ന് പറയുന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടി സ്നേഹിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് എന്നാൽ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ദൈവവുമായുള്ള നമ്മുടെ നല്ല ബന്ധം പുതുക്കിക്കൊണ്ടാകണം. അതുകൊണ്ട് ഈ ഉയർപ്പിന്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നതിലൂടെ അതിലൂടെ സന്തോഷം കണ്ടെത്തുവാനും കർത്താവിന്റെ ഉയർപ്പിലുള്ള ആനന്ദം നമ്മളുടെ പ്രത്യാശയുടെ ആനന്ദമാണ്. നമ്മൾ നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രത്യാശയുടെ തിരുനാളായി കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം.